ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോണൊരു നല്ലൊരു ടേസ്റ്റുള്ളൊരു എളുപ്പമാണ്, സിമ്പിളാണ്. എന്നാൽ സ്വീറ്റ് പൊട്ടോട്ടല്ലേ നമ്മളെ ചക്കരക്കിഴങ്ങ് എന്ന് അറിയില്ല, അതുകൊണ്ടൊരു പുട്ടാണ്. എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ആദ്യം ചക്കരക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കി തോല് കളയുക. തോല് കളയുന്നവർക്ക് കളയാത്തവർക്ക് കളയണ്ട. എന്നാൽ നന്നായിട്ട് ചിരണ്ടി എടുക്കുക. നമ്മൾ ആ ചിരണ്ടുന്ന അതുണ്ടല്ലോ അതിൽ വെച്ചിട്ട് നന്നായിട്ട് ചിരണ്ടി എടുക്കുക. ചിരണ്ടി എടുത്ത ശേഷം പിന്നെ അതിലേക്ക് ഒത്തിരി ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് എളുപ്പമാണ്, വേഗം കൃകൃക് എന്നിട്ട് പോരും വേഗം എളുപ്പത്തിൽ. കാരണം പച്ചല്ലേ, അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടല്ലോ, ഒത്തിരി ഉപ്പിട്ട് കൊടുക്കുക. നല്ല മധുരവും കറിയും കൂടെ ഒക്കെ ആകുമ്പോണ്ടല്ലോ നല്ല രസമായിരുന്നു. എന്നിട്ട് നന്നായി കുഴച്ചതിന് ശേഷം പിന്നെ തേങ്ങ ലാസ്റ്റ് നമ്മൾ സാധാ പുട്ടുണ്ടാക്കണ പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക കുറ്റിയിൽ. എന്നാൽ ശേഷം വാരി ഓരോ അട്ടിക്കട്ടിക്കായിട്ട് ഓരോന്നിട്ട് വാരിയിട്ട് കൊടുക്കുക. എന്നാൽ ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുക, വീണ്ടും ഇതിട്ട് കൊടുക്കുക. അങ്ങനെ നല്ല രസമുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു കറികൾക്കും. പിന്നെ കറിയൊക്കെ തിന്നുമ്പോൾ ചെറുതായിട്ടൊരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ നല്ല രസമായിരുന്നു. ഈ രീതിയിലൊന്ന് ചക്കരക്കിഴങ്ങൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. സ്വീറ്റ് പൊട്ടോട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചില വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ലേശം പൊടി ചേർക്കുക, ഇത് ഗോതമ്പ് പൊടി ചേർക്കുക. അത് ഗോതമ്പ് പൊടി ഒന്നും ചേർക്കേണ്ട, ഒറിജിനൽ തന്നെ മതി വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. കറി ചായ ഇതും കൊണ്ടുതന്നെ കണ്ടല്ലോ, നല്ലൊരു കറി കൊണ്ടുവന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തിന്നാം. ഈ രീതി ഒന്ന് ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻസൊക്കെ അറിയിക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി തിന്നാം, എളുപ്പമാണ്. ഇത് പുഴുങ്ങാനും ഇതാക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു പുട്ട് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറി കൊണ്ടുവന്നുണ്ടെങ്കിൽ സൂപ്പറായി. ചായയും